ഇറാന്റെ ഔദ്യോഗിക ടിവിക്ക് നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത്. നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അവരുടെ IRIBയുടെ സ്റ്റുഡിയോ തകർന്നിട്ടുണ്ട്. അതിൽ നിന്ന് അവരുടെ ആസ്ഥാനത്ത് നിന്ന് വലിയ രീതിയിൽ തീ പടരുന്നത്, തീഗോളങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ റേഡിയോ സംവിധാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. PP ജെയിംസ് തുടരുന്നുണ്ട്. PP, ഇപ്പോഴെന്തായാലും IRIBയുടെ സ്റ്റുഡിയോയിൽ നിന്ന് സംപ്രേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി കത്തിയമരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. PP, അത് രണ്ട് നിലയിലാവാം. ഇതുവരെ പുനഃസംപ്രേഷണം എവിടെ ആരംഭിച്ചു എന്നുള്ളത് അവർ പറയുന്നില്ല. ഒരുപക്ഷെ ഇനി പുനഃസംപ്രേഷണം ഒരു ഓൾട്ടർനേറ്റ് സംവിധാനം അവർ ഉണ്ടാക്കി വെച്ചിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ടെലിവിഷൻ ചാനലുകൾക്ക് നേരെ അടി വന്നാൽ അടുത്ത സ്ഥലത്ത് അതിനുള്ള സംവിധാനം തയ്യാറാക്കി വെച്ചിട്ട് പുനരാരംഭിച്ചതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ മുഴുവൻ സ്ഥലവും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സംപ്രേഷണം നടത്തുക എളുപ്പമല്ല. എന്ന് മാത്രമല്ല, നേരത്തെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അവതാരക, പർദ്ദയിട്ടുകൊണ്ടിരുന്ന അവതാരകയല്ല ഇപ്പോൾ നിൽക്കുന്നത്, വേറെ ഒരു അവതാരകയാണ്. അവർക്ക് പരിക്ക് പറ്റിയിട്ടില്ല, അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി മാധ്യമപ്രവർത്തകർ ഈ പ്രധാന കെട്ടിടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഒരു ഓൾട്ടർനേറ്റ് സംവിധാനം ഉണ്ടാക്കിയാണോ അത് പുനരാരംഭിച്ചത് എന്ന് നമുക്ക് അറിയാനിരിക്കുന്നതാണ്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്